റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും റേസ് ടു സക്സസിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ബേസിക് ആയിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കുറച്ച് വിഷയങ്ങളെ പറ്റിയാണ് റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങൾ. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനായി നമ്മുടെ കൂടെയുള്ളത് അഹല്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായ ഡോക്ടർ PR മഹാദേവൻ പിള്ള സാറാണ്. സർ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രതിശീർഷ വിവാഹമോചനത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളികൾക്കിടയിൽ വിവാഹമോചനത്തിന് ഇത്ര ഒരു വർധനവ് കാണുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് പറയാം? വിവാഹമോചനത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ വിവാഹമോചനം, അതായത് ഒരു ദിവസം 150 വിവാഹമോചന കേസുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു മാസം 4500, അപ്പോൾ ഒരു വർഷം ഏകദേശം 60,000. അപ്പോൾ ഒരു വർഷം 60,000 വിവാഹമോചന കേസുകൾ കേരളത്തിലെ വിവിധ കോടതികളിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു 10 വർഷം എന്ന് പറയുമ്പോൾ 6 ലക്ഷം. കേരളത്തിലെ ആകെ ജനസംഖ്യ 345 ലക്ഷമേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഒരു ഭീമമായ വിവാഹം, അത് കൂടിക്കൂടി വരിക. കഴിഞ്ഞ 20 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ വിവാഹമോചന കേസുകൾ കൂടിക്കൂടി വരിക. അത് രസകരമായ അവസ്ഥ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളത്, സാക്ഷരതയുള്ളത്, ഏറ്റവും കൂടുതൽ ഉപരിവിദ്യാസമുള്ളത് കോട്ടയം ജില്ലയിലാണ്. അതിന്റെ അവിടെ കാണാനുണ്ട് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകളും അവിടെ തന്നെയാണ്. ഇനി കേരളം കഴിഞ്ഞാൽ പിന്നെ വിവാഹമോചന കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്ന മഹാരാഷ്ട്രയിലാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 3 ഇരട്ടി കൂടുതലുണ്ട് അവിടെ. പക്ഷെ കേരളത്തിന്റെ 1/3 അവിടെ വിവാഹമോചന കേസ്. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകത്തിലാണ്. കർണാടകത്തിലെ വിവാഹമോചന കേസുകൾ പൊതുവെ കുറവാണ്. മഹാരാഷ്ട്രയുടെ പകുതിയോളെ വരുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വിവാഹമോചന കേസുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ കേസുകൾ മിക്കവാറും എല്ലാം വിവാഹമോചനത്തിലേ അവസാനിക്കുന്നുള്ളൂ? കാരണം വിവാഹമോചന കേസ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട് അവിടെ. പക്ഷെ അതിലൊന്നും കാര്യമായ ഒത്തീർപ്പൊന്നും എവിടെയും വരാറില്ല. കാരണം ഈ സഹനതയുടെ അങ്ങേയറ്റം കഴിഞ്ഞിട്ടായിരിക്കും വിവാഹമോചനത്തിന് കേസ് കൊടുക്കുക. അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തുചേരുന്നത് ഞാനിതുവരെ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോടതിയിലെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിവാരി എറിലും പിച്ചു ചിന്തലും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ വഷളാവുകയുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു ചേരാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. മലയാളി എന്തുകൊണ്ട് ഇത്രയധികം വിവാഹമോചനത്തിലേക്ക് പോകുന്നു? അതിൽ ഈ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണോ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണോ പ്രശ്നം ഉണ്ടാകുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം. അതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഈ വിവാഹമോചനത്തിന് വരുന്ന കാരണങ്ങളെ നമുക്ക് 3-4 തിരിക്കും. ഒന്ന്, വ്യക്തിപരമായ കാരണങ്ങൾ വിവാഹമോചനത്തിന് വരും. ഇഷ്ടാനിഷ്ടങ്ങൾ, അതുപോലെ ചില ഫോബിയകൾ, മാനിയകൾ. അതായത് ചില വ്യക്തികൾക്ക് ചില വെറുപ്പുകളുണ്ടാവും, ചിലർക്ക് ചില അത്തിഷ്ടങ്ങളുണ്ടാവും, അങ്ങനെയുള്ള വരാം. പിന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചിലർക്ക് ചിലരുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, അത് വൈകാരികമായ സംഘർഷം വരാം. പിന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് കുടുംബത്തിലുള്ള ആളുകളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വരാം. പിന്നെ സാമൂഹികമായ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 വിവാഹമോചന കേസുകളും പുരുഷന്മാരുടെ അമിത മദ്യപാനമായിരുന്നു. മനസ്സിലായല്ലേ? പിന്നെ അടുത്ത് വരാവുന്ന വിവാഹമോചന കേസുകൾ എന്ന് പറയുന്നത് ആരോഗ്യപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ചിലർക്ക് വൈവാഹിക ജീവിതം തുടർന്നു പോകാൻ ആരോഗ്യം അനുവദിക്കാത്ത കാരണങ്ങൾ കൊണ്ട് സ്വമേധയാ പിൻവാങ്ങുന്ന ഒരു ജീവിതശൈലിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വിവാഹമോചനത്തിന് കാരണമായി വരുന്നുണ്ട്. ഇതിൽ ഓരോന്നിനും നമുക്കെടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ വിവാഹമോചനം, നമ്മൾ വിദ്യാഭ്യാസവും വിവാഹമോചനവും തമ്മിലുള്ള ഒരു റേഷ്യോ നമ്മളിങ്ങനെ പറയണ്ടായല്ലോ. അപ്പോൾ വിദ്യാഭ്യാസം കൂടുമ്പോൾ ഇനി ഇതിനൊന്നും ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു കരുത്തായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ഇതിന് പിന്നിലുള്ള ഒരു കാരണം. നമ്മളിത് സഹിച്ചു നിൽക്കേണ്ടവരല്ല എന്നുള്ള ഒരു കേരളത്തില് വന്നിരിക്കുന്ന മാറ്റത്തിനൊരു പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിലെ കുടുംബങ്ങളിൽ ഇൻകം ജനറേറ്റിംഗ് പുരുഷന്മാരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതായത് ജീവിത വരുമാനം ഉണ്ടാക്കല് പുരുഷന്റെ ഒരു പോർട്ട്ഫോളിയോ ആയിരുന്നു. ഇന്ന് കേരളത്തിൽ കൂടുതൽ കുടുംബങ്ങളിൽ ജീവിതമാർഗം ഉണ്ടാക്കുന്ന സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. അതൊരു ക്വാണ്ടം ചേഞ്ച് അതിൽ വന്നിരിക്കുകയാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ വരുമാനം കൊണ്ടാണ് ഇന്ന് വീടുകൾ പലയിടത്തും നിലനിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഓരോന്നിനെടുത്ത് പരിശോധിക്കുമ്പോൾ
സ്ത്രീകളുടെ വിദ്യാഭ്യാസം. ഇപ്പൊ കേരളത്തിൽ വളരെ മുന്നിലാണ് സാക്ഷരതയിൽ സ്ത്രീകൾ. ഇപ്പൊ ശരാശരി അഖിലേന്ത്യാ തലത്തിൽ 60% മുകളിലെ സ്ത്രീകൾക്ക് സാക്ഷരതയുള്ളെങ്കിൽ കേരളത്തിൽ അത് 92% മേലെ സ്ത്രീകൾക്ക് സാക്ഷരതയുണ്ട്. അപ്പോൾ ഈ സാക്ഷരതയിലെ വർധന, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ, അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സാമൂഹ്യസ്ഥിതി, സ്ത്രീകളുടെ തുറന്ന ചിന്താ സമീപനം, ഇതൊക്കെ ഇതിന് കാരണമായി വരുന്നുണ്ട്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ ഓരോരോ കാരണങ്ങളെ നമുക്ക് എടുത്തു നോക്കിയാൽ, ആദ്യമായിട്ട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ട് നല്ലൊരു പങ്ക് ഡൈവോഴ്സിൽ പോകാറുണ്ട്. എണ്ണം താരതമ്യേന കുറവാണെങ്കിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടം കൊണ്ട്. എനിക്ക് തന്നെ ഒരിക്കൽ ചിരി വന്ന ഒരു അനുഭവമാണ്. ഒരു പെൺകുട്ടി മറ്റൊരു പുരുഷനെ ഡൈവോഴ്സ് ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടിക്കും ജോലിയുണ്ട്, പുരുഷനും ജോലിയുണ്ട്, രണ്ടുപേരും എനിക്ക് അറിയുന്നവരാണ്. അപ്പോൾ എന്തിനാണ് ഡൈവോഴ്സ് എന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞത്, സാർ അയാളുടെ ബോഡി സ്മെൽ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. സംഭവിക്കാം, ഇത് തിരിച്ചും സംഭവിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബോഡി സ്മെല്ലുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വേർപ്പിന്റെ ഗന്ധം ചിലപ്പോൾ മറ്റൊരാളുടെ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് വേർപ്പിന്റെ ഗന്ധം ഉണ്ടാകാം, വായയുടെ സ്മെല്ലാകാം, അതുണ്ടാകാം. അങ്ങനെയും. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തിപരമായ കാര്യം. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു സ്ഥിതി, അയാൾ വെജിറ്റേറിയനാണ്, ഞാൻ നോൺ വെജിറ്റേറിയനാണ്, പറ്റില്ല. ഇനി വേറൊരു അടുത്ത കാലത്ത് നടന്നൊരു ഡൈവോഴ്സ്, ഇതെനിക്ക് നേരിട്ട് അറിയുന്ന കേസാണ്. ഈ ഭാര്യയ്ക്ക് പല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം, ഭർത്താവിന് അതിന് പണം മുടക്കാൻ ഇഷ്ടമല്ല. പണം ഇല്ലാഞ്ഞിട്ടല്ല, അയാൾക്ക് പണം മുടക്കാൻ ഇഷ്ടമല്ല. അയാൾ പണം സ്വരൂപിക്കണം, സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. ഭാര്യയ്ക്ക് അങ്ങനെയില്ല. അത് അവസാനം ഡൈവോഴ്സിലെത്തി. അപ്പോൾ ഇതുപോലെ വൈയക്തികമായ കാരണങ്ങളാൽ ഡൈവോഴ്സ് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. എണ്ണം കുറവാണ്. ഇപ്പോൾ മൊത്തം ഡൈവോഴ്സ് എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം 150 എണ്ണം ഡൈവോഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ 2-3 ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയും നടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം, അത് ഒരുപാട് ഡൈവോഴ്സ് നടക്കുന്ന ഒരു കേസാണ്, ശാരീരിക ക്ഷമതയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുക്കെ എൻ്റെ ഫോർമർ സ്റ്റുഡൻറ്റ് വന്നപ്പം അവർ ഡൈവോഴ്സ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം, അത് സാർ എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല, അയാളും അയാളുടെ വീട്ടുകാരും കുട്ടികൾ വേണം നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ അതൊരു ശാരീരികമായ ക്ഷമതയുടെ പ്രശ്നമാണ്. അപ്പോൾ അത് തിരിച്ചും സംഭവിക്കാം. ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിച്ച് പോയവരും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയവരും കേരളത്തിൽ വളരെ കൂടുതലാണ്. അത് കേരളത്തിലെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്ധ്യത പെൺകുട്ടികളിലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം പറയപ്പെടുന്നത് കേരളത്തിലെ ഭക്ഷണമാണെന്ന് പറയുന്നുണ്ട്. അത് ഞാനൊരിക്കൽ നമ്മുടെ അഹല്യ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു അതിക്രമം കൊണ്ടാണ് ഈ PCOD, പോളിസിസ്റ്റർ ഓവറിയൻ ഡിസീസ് എന്ന് പറയും, അത് വളരെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് കുട്ടികളില്ലാത്തതിന് അവർ റീസൺ പറയുന്നത് ഈ PCOD ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് അത് സ്വീകാര്യമാവില്ല, എനിക്ക് കുട്ടിയെ വേണം. അത് പുരുഷൻ്റെ വന്ധ്യതയാണെങ്കിൽ ഒരുപക്ഷെ കുറേ അളവ് വരെ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ സ്ത്രീകളുടെ വന്ധ്യത ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്കറിയാൻ കഴിഞ്ഞ 2 ഡൈവോഴ്സ് കേസുകൾ ഈ പ്രശ്നം കൊണ്ടാണ്. ആ പെൺകുട്ടിക്ക് കുട്ടികളെ കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് 5-6 വർഷത്തിന് ശേഷമാണ്. കാരണം ഈ വന്ധ്യത ഒരു പ്രശ്നമായി ഉപേക്ഷിക്കപ്പെടുന്നത് ഒരു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇനി മൂന്നാമത്തേത് ഈ കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങൾ അധികം വരുന്നത് നമ്മുടെ പണ്ട് നമ്മൾ കേട്ട് പരിചയപ്പെട്ട ഈ അമ്മായിയമ്മ പോര്, നാത്തൂൻ പോര്, മരുമൻ പോര്, ഇതൊക്കെ ഇത് സാധാരണഗതിയിൽ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിലാണ് ഉണ്ടാകാറ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് അവർ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാറില്ല. അതുകൊണ്ട് അവിടങ്ങളിൽ ഈ പറഞ്ഞ കുടുംബ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ പാലക്കാട്ട് വരെ ഒരു പുരുഷൻ പാലക്കാട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് പാലക്കാട്ട് തന്നെ താമസിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അത് പൊതുവേ ഇതിന് കാരണം ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഇതിന് കാരണക്കാരെന്നാണ്. ഇനി അവരാരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുമെന്ന് അറിയില്ല. അതായത് ഒരു സ്ത്രീ അമ്മായിയമ്മയായി കഴിയുമ്പോൾ അവരൊരിക്കൽ മരുമോളായിരുന്നു എന്നുള്ളത് വിസ്മരിക്കുന്നു. സ്വന്തം മകളെ പോലെ മരുമകളെ കാണാൻ കഴിയുന്ന അമ്മായിയമ്മമാർ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മായിയപ്പന്മാർക്ക് അത് സംഭവിക്കാറില്ല. അവർ സ്വന്തം മകളെ പോലെ തന്നെ മരുമകളെ കാണാൻ അവർ പലപ്പോഴും തയ്യാറാകുന്നുണ്ട്. പക്ഷെ സ്ത്രീകൾ അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ വീട്ടിലൊരു സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം ചിലപ്പം ഡൈവോഴ്സ് വരെ എത്തിപ്പെട്ടത്. അങ്ങനെയുള്ള കേസുകൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ഇതിലെന്താ പറ്റുന്ന, ഈ മകൻ ഒരു മുഖസാക്ഷിയായി പോകും. രണ്ടുപേരുടെ അടുക്കെ പണക്കാൻ പറ്റില്ല. കാരണം ഈ ആൺകുട്ടികൾക്ക് പൊതുവെ അമ്മമാരോടൊരു അമിത സ്നേഹം ഉണ്ടാവും.
അപ്പോൾ അവരിലെ തെറ്റുകളെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ല, എന്നാൽ ഭാര്യയായിട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് കിടന്ന് നട്ടം തിരിയുന്ന ഒരു സ്ഥിതി ഇത് പുറകെ നാട്ടിൻപുറത്താണ് അധികം വരുന്നത്. ഇതൊരു പക്ഷേ സിറ്റീസിലൊക്കെ കൂട്ടുകുടുംബങ്ങളിലും ഒക്കെ ആയിരിക്കും ഇത് അധികം വരുന്നത്. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കുമ്പോഴായിരിക്കും വരുന്നത്. ഇതിൽ പലപ്പോഴും കാണാറുള്ള ഈ അമ്മായിയപ്പൻ ഇതിലങ്ങ് സൈലന്റ് ആയി പോകും, അദ്ദേഹം ഇതിൽ ഇടപെടില്ല, മകൻ ആകെ ഒരു സന്ദിഗ്ധാവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു ലഹള വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും മരുമോളായിരിക്കും ഇറങ്ങിപ്പോവുക. ഇനി മരുമോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ മകനെ അങ്ങോട്ട് വിടാതിരിക്കാനുള്ള എല്ലാ വഴികളും ഈ അമ്മായിയമ്മ നോക്കും. അങ്ങനെ കുടുംബ കലഹങ്ങളിൽ കൂടി ഡൈവോഴ്സ് വരുന്ന വളരെയധികം വരുന്നുണ്ട്. ഇത് ഞാൻ ഈ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. ഇനി സിറ്റികളിൽ സംഭവിക്കുന്ന വേറൊരു തരത്തിലാണ്. അത് കുറച്ചുകൂടെ, അത് കേരളത്തിൽ എത്രമാത്രം വ്യാപകമായി എന്ന് എനിക്കറിയില്ല. അതായത് അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു സ്റ്റഡി പറയുന്നത് വിവാഹേതര ബന്ധങ്ങൾ ഡൈവോഴ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നത്, പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളിൽ. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പഠനം അടുത്ത കാലത്ത് ഒരു വിമൻസ് ഗ്രൂപ്പ് കേരളത്തിൽ നടത്തിയുണ്ടായി. കേരളത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഏകദേശം 60% ദമ്പതികൾക്ക് പരബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതിൽ സ്ത്രീകളാണ് അത്രയും മുന്നിൽ. അപ്പോൾ അതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ഡയമെൻഷൻ ഉണ്ട്. ഒരു പുരുഷന് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, മറ്റു ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അത് സ്ത്രീകൾ ചിലപ്പോൾ പൊറുക്കാൻ തയ്യാറാവും ഉണ്ട്. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ മെട്രോ നഗരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സിന് മുൻകൈ എടുക്കുന്നത് പെൺകുട്ടികളാണ്. അവർ പറയുന്ന റീസൺ ഇദ്ദേഹത്തിന് മറ്റ് കോണ്ടാക്ട്സ് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. മുമ്പ് മലയാളി സ്ത്രീകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവരത് മറക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ പഠനത്തിൽ വന്നിരിക്കുന്ന വേറൊരു രസകരമായ വസ്തുത, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സ്ത്രീകൾക്കാണത്രേ കൂടുതൽ. 55% സ്ത്രീകൾക്കുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്നെ അത് അത്ഭുതപ്പെടുത്തി. കാരണം ബാംഗ്ലൂർ പോലെ ഒരു പട്ടണമോ ബോംബെ പോലെ ഒരു പട്ടണമോ ആണെങ്കിൽ അത് വരാം. ഇത് ആദ്യകാലത്ത് ഇവർ രണ്ടുപേരും പുറത്തു പറയില്ല. ഡൈവോഴ്സിന് പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഈ സത്യമായിട്ട് ഇത് പറയാറില്ല. ഡൈവോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് പറയാറ്. ഇത് ഞാൻ ഡൈവോഴ്സ് കേസുകളിൽ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡൈവോഴ്സിന് മുമ്പേ ആളുകൾ പറയും. പക്ഷെ ഈ 2 ഡൈവോഴ്സിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമാണ് റിവീൽ ചെയ്യാറ്. അതൊരു പക്ഷേ ഒരു പരസ്പര ധാരണ കൊണ്ടാണോ എന്തോന്നറിയില്ല. ഇനി 1-2 കേസുകൾ ഞാൻ കാണുകയുണ്ടായി. ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോഴും ഇവർ രണ്ടുപേരും കൂടി ഒരു ധാരണയിലെത്തി അങ്ങ് ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് മ്യൂച്വൽ ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് ഈ ചെയ്യുന്നത്. അവർ രണ്ടുപേരും അങ്ങ് പിന്മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു കാരണമാണ്. ഇനി പിന്നെ വരുന്നത് ഡിസീസസ് കൊണ്ട് അത് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു ഡൈവോഴ്സാണ്. അതായത് ചില പ്രത്യേക രോഗങ്ങൾ, ചില മാരകമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഇന്നബിലിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിരിയാം എന്ന്, നമുക്ക് കൈകോർത്ത് പിരിയാം എന്നൊരു ധാരണയിൽ അത് വളരെ സങ്കടത്തോടു കൂടി പിരിയുന്നവരാണ്. പക്ഷെ അത് വളരെ കുറവാണ്, ഒരു 150 അത് ഉണ്ടാവുള്ളൂ. അങ്ങനെ പിരിയുന്നവരും വളരെ കൂടുതലാണ്. പക്ഷെ ഇതെന്ത് തന്നെയായാലും ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് കേരളത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിയുടെ ബുദ്ധി, പ്രത്യേകിച്ച് ഇപ്പോൾ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം കേരളത്തിലുള്ളതുപോലെ. ഇനി രസകരമായ വസ്തു എന്താണെന്നറിയാമോ? പല വിദേശ രാജ്യങ്ങളിൽ പോലും ഇത്രയും ഡൈവോഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും അവിടെ ഓൾറെഡി ഉള്ളതാണല്ലോ. അതെ. പക്ഷേ എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വല്ലാതെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില കൺസർവേറ്റീവ് രാജ്യങ്ങളുണ്ട്, അവിടെ ഡൈവോഴ്സ് കുറവാണ്. പിന്നെ അവിടെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഡെഫിനിഷൻ വേറെയാണ്. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പങ്കാളിയാണ് എല്ലാ കാലത്തേക്കും എന്നുള്ളൊരു ധാരണയിലാണ്. അവിടെ അങ്ങനെ ഒരു ധാരണയില്ല. ഇപ്പോൾ ഈ പോളോ കൊല്ലയുടെ ഒക്കെ നോവൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവിടുത്തെ ഒരു പ്രത്യേക സാമൂഹിക വ്യവസ്ഥിതി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാരേജ് ഇസ് എ കോൺട്രാക്ട് എന്നുള്ളൊരു സങ്കല്പമാണ്. ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 5-10 വർഷം അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അതൊരു കോൺട്രാക്റ്റാണ്. അത് കഴിഞ്ഞാൽ രണ്ടുപേരും ചിലപ്പോൾ പരസ്പരം ചിലപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ആ ധാരണയുണ്ട് ഒരു 5 വർഷത്തേക്ക് നമുക്ക് ഒന്ന് ജീവിക്കാം. അങ്ങനെയുണ്ട്, ലിവിങ് ഇൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതിപ്പോൾ ഇവിടേക്കും വരുന്നുണ്ട്. അത് എനിക്ക് വളരെ രസകരമായി തോന്നിയത്, ഞാൻ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി നടത്തി എൻ്റെ കുട്ടികൾ. എന്താണെന്നറിയാമോ? അത് നടത്താൻ തന്നെ കാരണം ഈ അറേഞ്ച്ഡ് മാരേജ് ഇനി ഇവിടെ നിലനിൽക്കുമോ ഇതറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം മാരേജസ് ബിറ്റ്വീൻ 2 ഫാമിലീസ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒരു കോൺസെപ്റ്റാണ്. വിവാഹം 2 പേര് തമ്മിലുള്ള 2 കുടുംബങ്ങൾ തമ്മിലാണെന്നുണ്ട്. അപ്പോൾ അതിവിടെ നിലനിൽക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു സുഹൃത്ത്, അത് ഒരു FB പോസ്റ്റിൽ എനിക്ക് കിട്ടിയത്, 10 കൊല്ലത്തിനപ്പുറം ഈ അറേഞ്ച്ഡ് മാരേജ് കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, 10 കൊല്ലം കൊണ്ട് ഇത് വാനിഷ് ചെയ്യുമോ?
അപ്പം ഞാൻ കുട്ടികളിലൊരു ചെറിയ സർവേ നടത്തി. നിങ്ങൾ ഈ മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എങ്ങനെ, അറേഞ്ച്ഡ് മാരേജ് നമുക്കിവിടെ നിലനിൽക്കുമോ? അപ്പം 70% കുട്ടികളും പറയുന്നത് അത് ഇപ്പം തന്നെ വാനിഷ് ചെയ്യുമെന്നാണ്. ഒരു 10-30% പറയുന്നത് ഒരു 10-20 കൊല്ലത്തിനാവും വാനിഷ് ചെയ്യുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്തായാലും ഇത് വാനിഷ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹം മാത്രമായിരിക്കുമല്ലേ. ഈ അറേഞ്ച്ഡ് മാരേജിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അറേഞ്ച്ഡ് മാരേജിൽ ഈ ഡൈവോഴ്സ് റേറ്റ്സ് കുറവായിരുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് വരുന്നത് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും പരസ്പരം തീരുമാനിച്ച് കഴിക്കുന്ന വിവാഹത്തിലാണ് ഇപ്പോഴും ഡൈവോഴ്സ് കൂടുതൽ, അറേഞ്ച്ഡ് മാരേജിലല്ല. എന്താണെന്ന് വെച്ചാൽ അറേഞ്ച്ഡ് മാരേജിൽ 2 കുടുംബങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡൈവോഴ്സ് തൊട്ട് വരുമ്പോൾ തന്നെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ 2 കൂട്ടരും തയ്യാറാവും. മറിച്ച് 2 പേര് മാത്രം തീരുമാനിച്ചെടുക്കുന്ന വിവാഹമാണെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ 2 പേരും തയ്യാറാവില്ല. മനസ്സിലായില്ലേ? ഇനി ഇതിൽ വളരെ രസകരമായ വേറൊരു വസ്തുതയുണ്ട്. അത് ഞാൻ എവിടെയോ വായിച്ച്, ഒരു ഡോക്ടർ എഴുതിയ ഒരു ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായതാണ്. ഈ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് 2ാമത് വിവാഹം കഴിക്കുന്നത് സെയിം ആൾക്കാർ തന്നെ അല്ല, സെയിം അല്ല. ഡൈവോഴ്സ് 2ാമത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരിൽ ഡൈവോഴ്സ് വളരെ കുറവാണത്രേ, ഓൾമോസ്റ്റ് നില്ലാണ്. അതെ, അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേയുടെ റിസൾട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് റീസൺ പറയുന്നത്, ഒരെണ്ണം ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി പെട്ട പണി എനിക്കറിയാം, ഇനി ഒന്നിനൂടെ വയ്യ എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങ് സഹിക്കുന്നു എന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയും ഒരു പ്രക്രിയ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതൊരു സോഷ്യൽ മെനസ്സാണ്. എന്താ ഞാൻ മെനസ്സെന്ന് പറയാൻ കാരണം, ഈ ഡൈവോഴ്സ് ചെയ്താൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളുണ്ടെങ്കിൽ അവരാണ് സഫറേഴ്സ്. അവർ ആന്റി സോഷ്യൽ എലിമെന്റ്സ് ആവും. ഇപ്പം ഞാനൊരു അധ്യാപനം എന്നുള്ള നിലയിൽ വളരെ കാലമായിട്ട് എനിക്കറിയാം, ഒരു കുട്ടി എന്തെങ്കിലും തോന്നിവാസം കോളേജിൽ കാണിച്ചാൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്ന ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അന്വേഷിച്ചാൽ വളരെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മയും അച്ഛനും ഡൈവോഴ്സിലായിരിക്കും. അത്രയ്ക്ക് പോയിട്ടില്ലെങ്കിൽ അവൻ്റെ അച്ഛൻ സ്ഥലത്തില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലേ? അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം അടുത്ത തലമുറയെ വല്ലാതെ ബാധിക്കും. അത് ആളുകൾ എത്ര മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഡൈവോഴ്സ് ചെയ്യുന്ന ആളുകൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവരെയല്ല ശിക്ഷിക്കുന്നത്, അവർ ശിക്ഷിക്കുന്നത് കുട്ടികളെയാണ്, നെക്സ്റ്റ് ജനറേഷൻ, ഭാവി തലമുറയാണ്. തീർച്ചയായിട്ടും അതുണ്ട്. നമ്മുടെ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഇതിന് പ്രേരകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു വർധനവ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ പ്രേരകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൽ വളരെ പ്രധാന ഒരു കാര്യം സാമ്പത്തികമാണ്. ഈ സാമ്പത്തിക കാര്യം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഇവിടെ സ്ത്രീധന സമ്പ്രദായം വളരെ ശക്തമായിരുന്നു. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ ധാരാളം സ്വത്തുക്കളും സ്വർണമൊക്കെ കൊടുത്തിട്ടായിരിക്കും വിവാഹം ചെയ്ത് വിടുന്നത്. അപ്പോൾ അതൊരു അടിമത്തത്തിലേക്ക് നീക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരുപാട് സ്വത്തും സ്വർണമൊക്കെ കൊടുത്തൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് അവരെ ഇട്ടിട്ട് പോരുമ്പോൾ ഇത് മുഴുവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഡൈവോഴ്സ് ലോസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ഇന്നിപ്പോൾ അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ, വിവാഹത്തിലെ പ്രൂഫ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാവരുടെങ്കിലും പ്രൂഫ് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉണ്ടാവും. ഇത് തിരിച്ചു വാങ്ങിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പഴയതുപോലെ സബ്മിസീവ് അല്ല നമ്മുടെ പെൺകുട്ടികൾ. സൊസൈറ്റി മാറിപ്പോയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുമോയെന്നറിയില്ല, ഇപ്പോഴ് എല്ലാ മേഖലയിലും, ക്ലാസ് റൂമിലും കോളേജുകളിലും ഒക്കെ കൂടുതൽ അഗ്രസീവ് ഇപ്പൊ പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല. മനസ്സിലായല്ലേ? അപ്പൊ മുമ്പൊക്കെ പെൺകുട്ടികൾ സബ്മിസീവ് ആയിരുന്നതുകൊണ്ട് ഡൈവോഴ്സ് പെറ്റീഷൻ പെൺകുട്ടികളിൽ നിന്ന് പോകുന്ന ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു. ഇനി ഈ ആണുങ്ങൾ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നത് താരതമ്യം കുറവാണ്. എന്താണെന്നറിയാമോ? പലപ്പോഴും ആണുങ്ങളുടെ പക്ഷത്തു നിന്നുള്ള തെറ്റുകളാണെങ്കിൽ അവർ ഡൈവോഴ്സിനും മെനക്കെടില്ല. പിന്നെ ഈ ആണുങ്ങൾ ഡൈവോഴ്സ് പെറ്റീഷൻ അന്ന് കൊടുത്തിരുന്ന വളരെ അപൂർവം. കുട്ടികളെ വേണമെന്ന് നിർബന്ധമുള്ള ഒരാളിന് കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ മാത്രം ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ. അതും അന്ന് ഡൈവോഴ്സ് അല്ല. എനിക്കറിയാവുന്ന ഒരുപാട് ദമ്പതികൾ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ഭാര്യ തന്നെ മറ്റൊരാളെ കൂടി വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അന്ന് കാലത്ത്. ഇപ്പോഴതില്ല. ഇപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ഭാര്യയും തൻ്റെ ഭർത്താവ് വേറൊരു വിവാഹം കൂടെ കഴിച്ചോട്ടെ ഒരു കുട്ടിക്ക് വേണ്ടി എന്ന് അനുവദിക്കുന്ന സമ്പ്രദായം ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഈ ഡൈവോഴ്സ് ആപ്ലിക്കേഷൻസോ അല്ലെ കോടതി പോകുന്നതോ വളരെ കുറവായിരുന്നു. ഇപ്പൊ കുടുംബ കോടതികൾ തന്നെ എത്രയാണ്? എല്ലാ ജില്ലകളിലും ഇഷ്ടംപോലെ കുടുംബ കോടതികൾ വന്നിരിക്കുക ഈ കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടി മാത്രം. അതൊന്നും. അപ്പോൾ ആ സാമ്പത്തികം അതിലൊരു ഘടകമായിരുന്നു. കാരണം ഇത്രയും സ്വത്തും പണവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറായിരുന്നില്ല. അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞത് തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭയമില്ല ഡൈവോഴ്സിനെ കുറിച്ച്. അത് ഒരു സാമ്പത്തിക റീസൺ അതാണ്. പിന്നെ രണ്ടാമത്, അന്ന് ഒരു പെൺകുട്ടി ഡൈവോഴ്സ് ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു ബാധ്യതയായിരുന്നു.
അതുകൊണ്ട് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നും പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്നും ഡൈവോഴ്സിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പെൺകുട്ടികളുടെ പേരൻസ് മിക്കവരും ഡൈവോഴ്സിനെ സപ്പോർട്ട് ചെയ്യും. നിനക്ക് പറ്റില്ല എന്ന് തോന്നുകയാണ് ഇട്ടിട്ട് പോരെന്ന് തന്നെ പറയും. പെൺകുട്ടികൾ സെൽഫ് റിലയന്റ് ആണ്. മാത്രമല്ല ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാലും വീട്ടുകാർക്ക് ഒരു ബാധ്യതയില്ല. ആ കുട്ടി ജോലി ചെയ്യുന്നുണ്ടാവും. വീട്ടുകാർക്ക് സത്യത്തിൽ സൗകര്യമായിരിക്കും. വീട്ടിലുള്ള ഒരാളും കൂടെ ഉണ്ടാവും. മനസ്സിലായി? കാരണം എല്ലാ വീടുകളിലും ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പെൺകുട്ടി തിരിച്ചിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യും. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അതിനെ ഒപ്പോസ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ സാമ്പത്തിക കാരണങ്ങൾ, ഈ സാമൂഹിക കാരണങ്ങൾ ഒന്നാണ്. പിന്നെ സമൂഹത്തിൽ മാറി വരുന്ന വ്യവസ്ഥയുണ്ടല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ 60,000-ഓളം പേര് വിദേശത്ത് പോയെന്നാണ് ഇന്നലെ ഒരു കണക്ക് കണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ കാണുന്ന കൾച്ചർ ഡിഫറെൻറ്റ്. എന്തുകൊണ്ടാണ് അവർ വിദേശത്തേക്ക് പോകുന്നത്? അവിടെ ഒരു ഫ്രീ ലൈഫിനുള്ള കൾച്ചറുണ്ട്, സാമ്പത്തികമായ സെക്യൂരിറ്റി ഉണ്ട്, ആരുടെ ഉപദേശം കേൾക്കണ്ട, അച്ഛൻ്റെ അമ്മയുടെയും അഭിപ്രായം നോക്കണ്ട. അത് ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കൾച്ചർ ഇപ്പോൾ ഇവിടേക്കും വന്നുകൊണ്ടിരിക്കുക. ഇവരുടെ കൂട്ടുകാരല്ലേ അവിടേക്ക് പോകുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടുകാർ അവിടേക്ക് പോയി അവിടെ നടക്കുന്ന സംഗതികൾ അറിയിക്കുമ്പോൾ നമ്മുടെ സമൂഹം റവല്യൂഷണറി ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുകാരെ കൺസൾട്ട് ചെയ്ത് തന്നെ ഇല്ല. ഒരു വിവാഹത്തിന് അവരെ ക്ഷണിക്കാതിരിക്കും ഇനി ഉണ്ടാകുക. അച്ഛനോട് അമ്മയോട് എൻ്റെ വിവാഹം കൊണ്ട് വരണമെന്ന് പറയും. ആ ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തും അധികം വൈകാതെ തന്നെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡൈവോഴ്സിന്റെ റേറ്റ് ഇനിയും കൂടും. കുട്ടികൾ സ്വയം തീരുമാനിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഡൈവോഴ്സ് റേറ്റ് നാച്ചുറലി കൂടുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവണത നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത രീതി ഉണ്ടല്ലോ, അതിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടോ അല്ലേ? അത് പൂർണ്ണമായിട്ട് മാറ്റും. കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഒരു സ്ട്രോങ് ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എന്നുള്ളതായിരുന്നു. അതില്ലാതാവും. ഇപ്പൊ ഇതിലിപ്പോ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വീട്ടിൽ നിന്ന് വിട്ടുപോവാണ്. പിന്നെ ഒരു വീടിന്റെ ഒരു ഭാഗമായി മാറുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇന്ത്യക്കാര് അഭിമാനിച്ചിരുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബ ഭദ്രതയാണ്. ആ കുടുംബ ഭദ്രത ഇവിടെ ഇല്ലാതാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ അനുകരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. സത്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം വളരെ നല്ലൊരു സമ്പ്രദായമായിരുന്നു. അതിൽ തന്നെ കേരളം ഒന്ന് എടുത്ത് പറയേണ്ട ഒരു തീർച്ചയായിട്ടും. ഇപ്പൊ എന്ന് വെച്ചാൽ കേരളം ഇപ്പൊ ഒരു വെസ്റ്റേണൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുക. നമ്മള് പാശ്ചാത്യരുടെ രീതികൾ, പാശ്ചാത്യരുടെ വസ്ത്രധാരണം, പാശ്ചാത്യരുടെ ഭക്ഷണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ കുടുംബ ഭദ്രത ഇല്ലാത്ത ആ രീതി. ഇപ്പൊ ഇതിൽ തന്നെ നോക്കൂ. ഇപ്പൊ ഈ ബ്രിട്ടീഷുകാർ വളരെ കൺസർവേറ്റീവ് ആണ്, അമേരിക്കക്കാർ വളരെ ലിബറലാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ അധികം അമേരിക്കൻ സിസ്റ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിവാഹാലോചനകളൊക്കെ പുരുഷനും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ആൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊക്കെ ആലോചിച്ചുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇനി ഒരു 10-15 കൊല്ലത്തിനകത്ത് അതൊരു ഡേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറും. അമേരിക്കയിലുള്ള പോലെ അങ്ങനെയായി മാറും. നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു ഓൾമോസ്റ്റ്. ഇപ്പം തന്നെ ഈ പുതുതലമുറയുടെ ജീവിത രീതി അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പെറ്റീഷന്റെ റേറ്റ് ഇല്ലേ, ഡൈവോഴ്സ് പെറ്റീഷന്റെ റേറ്റ് ഒരു 10 കൊല്ലത്തിന് എനിക്ക് തോന്നുന്നു ഒരു 3 ഇരട്ടിയെങ്കിലും ആവുന്നതാണ്. ഇത്രയും വിവാഹങ്ങൾ ഒരു വർഷം നടക്കുന്നുണ്ട്. വിവാഹങ്ങളില്ലാതെ മോചനം പറ്റില്ലല്ലോ. വളരെ വലിയൊരു കണക്ക് കേൾക്കുമ്പോ ഇത്രയൊക്കെ വിവാഹങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് തോന്നി. ലിവിങ് ടുഗദർ ആകുമ്പോ വിവാഹമോചനം വരുന്നില്ല. ഒരു ഇൻഫോർമൽ എഗ്രിമെന്റ്. അതിന് നിയമസാധുതയുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു എഗ്രിമെന്റും ഒരു വിവാഹവും നടക്കാതെ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്കും 21 വയസ്സ് കഴിഞ്ഞ പുരുഷനും ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് വിവാഹം വേണ്ട, വിവാഹമോചനം വേണ്ട. പക്ഷെ അങ്ങനെയുള്ളവർ എണ്ണത്തിൽ കുറവാണെന്ന് തോന്നുന്നു. വിവാഹം കഴിക്കുന്ന വെച്ചാൽ അതൊരു സോഷ്യൽ സ്ട്രെങ്തനിങ്ങിന്റെ പാർട്ടായിട്ടാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു സോഷ്യൽ റെക്കഗ്നേഷൻ കിട്ടുമെന്ന് തോന്നിയിട്ടാണ്. ഇപ്പോൾ ഈ ബാംഗ്ലൂര്, ബോംബെയിലൊക്കെ താമസിക്കുന്ന പല മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇപ്പോഴും ലിവിങ് ടുഗദർ ഉണ്ട്. അവർ വിവാഹം കഴിക്കാറില്ല. പക്ഷെ അപ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചില എഗ്രിമെന്റ് വേണ്ടി വരും. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരുടെ ടേക്കർ. ഇപ്പോൾ പല വികസിത രാജ്യങ്ങളിലും അതൊരു റിസ്ക് അല്ല. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വേണേൽ സർക്കാരിന് വിട്ടുകൊടുക്കാം. കുട്ടിയുടെ അച്ഛനും അമ്മയും നോക്കണമെന്നില്ല. പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ. നമ്മുടെ ഇവിടെ അതിനെ നോക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അല്ലാതെ സർക്കാർ ഏറ്റെടുത്ത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ പൊതുവെ വിവാഹത്തിലേക്ക് ആളുകൾ പോകുന്നത്. ഇല്ലെങ്കിൽ ആ സിസ്റ്റം ഇവിടെ വന്നുകൂടായില്ല. ഇതിപ്പോ പല രാജ്യങ്ങളിലും ലിവിങ് ടുഗദർ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ലിവിങ് ടുഗദർ നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ കുറവാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ വിവാഹമോചന റേറ്റ് കൂടുതൽ. അവിടെയും ഇതുപോലുള്ള മോചനങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് വിവാഹത്തിൽ എത്താത്തത് കൊണ്ടായിരിക്കും ഈ കണക്കിൽ അവർ പുറകിൽ നിൽക്കുന്നത് അല്ലേ?
അതും ആകാൻ ചിലപ്പോൾ. മെട്രോ നഗരങ്ങളിൽ ലിവിങ് ടുഗദർ വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ലിവിങ് ടുഗദർ ഉള്ള നഗരം ബാംഗ്ലൂരാണ്. ഞാൻ കരുതുന്നത് അത് ബോംബെയിലാണെന്നാണ്. പക്ഷെ ഞാൻ ബോംബെയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ബോംബെയിലുണ്ടായിരുന്നു. ഇനി മറ്റന്നാൾ വീണ്ടും ഞാൻ ബോംബെയിലുണ്ടാവും. ബോംബെയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അതുപോലെ ഇത്തവണ പോകുമ്പോഴും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയൊരു ഫീഡ്ബാക്ക് ഈ ലിവിങ് ടുഗദർ കൾച്ചർ ബോംബെയിൽ കുറവാണെന്നാണ്. പക്ഷെ ബാംഗ്ലൂരിൽ അത് വളരെ സ്ട്രോങ് ആണ്. ബാംഗ്ലൂരിൽ ലിവിങ് ടുഗദറിൽ നല്ലൊരു പങ്ക് മലയാളി കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ മലയാളികളാണ് അത്ര അവിടെ. എന്നുവെച്ചാൽ മറ്റുള്ള സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് ഈ സെക്യൂരിറ്റിക്ക് കൺസേൺ ഇല്ലാത്ത മലയാളികളാണ്. മലയാളി കുട്ടികൾക്കെല്ലാം നല്ല ജോലിയുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കാവുന്നുള്ള തൻ്റെ ഇടമുണ്ട്. അതുകൊണ്ട് അവർ ലിവിങ് ടുഗദറിന് തയ്യാറാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇത്ര വെൽ ഓഫ് അല്ല. ഏതെങ്കിലും ഒരാളിനെ ചിലപ്പോൾ നല്ല സാലറി ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റേ ആൾ ചിലപ്പം വിവാഹം വേണം, ഡിപ്പെൻഡൻ്റ് ആയി പോകും. അതുകൊണ്ട് വിവാഹം വേണം എന്നാലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ബാംഗ്ലൂരാണ് ഈ കൾച്ചർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ബോംബെയേക്കാൾ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം വരുന്ന ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഇപ്പോൾ ഒരു കൾച്ചർ റിവേഴ്സൽ നടക്കുന്നുവെന്ന് എനിക്കൊരു സംശയം. കാരണം കൂടുതൽ കൺസർവേറ്റീവായി. അതിന് ഒരുപക്ഷെ അവിടുത്തെ ഭരണമാറ്റങ്ങളിൽ വരുന്ന അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ശിവസേന, BJP തുടങ്ങിയ പാർട്ടികളുടെ സ്വാധീനത്തിൽ വരുന്നതുകൊണ്ടോ ആകാം ഒരു പക്ഷേ. അപ്പൊ ഈ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിന്റെ ഒരു നന്മയിലേക്കാണോ അതോ തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുമോ? ഇത് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ നായർ സമുദായം എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളാണ്. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ സമുദായത്തിൽ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത കാലത്തല്ല, 1.5 നൂറ്റാണ്ട് മുമ്പുള്ളതാണ്. അന്ന് നമ്മുടെയൊക്കെ വീടുകൾ 4 കെട്ടുകളെന്ന് പറയും. ഈ 4 കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 4 ശാലകളുണ്ട്. അതിൽ പടിഞ്ഞാറേ ശാലയിലായിരിക്കും സ്ത്രീകളുടെ മുറികൾ. ഈ പടിഞ്ഞാറേ ശാലയിലുള്ള എല്ലാ മുറികൾക്കും പുറത്തേക്കൊരു വാതിലുണ്ടാവും, അകത്തേക്കൊരു വാതിലുണ്ടാവും, അകത്തൊരകത്തളങ്ങളുണ്ടാവും. അപ്പോൾ എത്ര സ്ത്രീകളുണ്ടെങ്കിലും ഈ പടിഞ്ഞാറ് അവർക്ക് ഓരോരോ മുറികളുണ്ടാവും. മനസ്സിലായല്ലേ? ഈ വിവാഹം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഈ മുറികളുടെ പുറത്തുള്ള വാതിൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ തുറന്നു വെക്കും. അവിടെ വരുന്ന പുരുഷൻ, അത് നേരത്തെ അറേഞ്ച്ഡ് ആയിരിക്കും ഏത് പുരുഷൻ വരുന്നുള്ളത്, അവരെ അവർ സ്വീകരിക്കും. അത് ഒരു ദിവസം വരുന്ന ഒരു പുരുഷനാണെങ്കിൽ അടുത്ത ദിവസം ആ പുരുഷനായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ചെരുപ്പ് ഈ കതകിന് പുറത്തു വെക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അവിടെ അഡ്മിഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിന് സംബന്ധം എന്നാണ് പറഞ്ഞിരുന്നത്. അത് ചിലപ്പോൾ വരുന്നവർ നായർ സമുദായത്തിൽപ്പെട്ട ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ നമ്പൂരി സമുദായത്തിൽപ്പെട്ടവരും വരുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഈ വിവാഹ ബന്ധങ്ങളും ഈ വിവാഹ കെട്ടുറപ്പുകളൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? മാക്സിമം 100 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ 100 വർഷം പഴയ ഒരു സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്പ്രദായം പോയി കഴിഞ്ഞാൽ ഇനി വരുന്നത് നല്ലതാവോ മോശമാവോ? ഞാനീ പറഞ്ഞ സമ്പ്രദായത്തിന് സംബന്ധം എന്നാണ് പറഞ്ഞത്. അത് നായർ സമുദായത്തിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് സമുദായങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമ്പ്രദായം മെച്ചപ്പെട്ടതാവോ മോശമാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കുടുംബ ബന്ധങ്ങൾ ഇന്നത്തെ പോലെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ അച്ഛനും അമ്മയും സംരക്ഷിക്കുന്നില്ല, കുട്ടിയെ ഉടനെ ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇവിടെ ഈ സംവിധാനം വേണ്ടി വരും. ഈ ഡൈവോഴ്സ് റേറ്റ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒന്നിലും അച്ഛൻ അല്ലെങ്കിൽ അമ്മ സുരക്ഷിതത്വം കൊടുക്കുന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ അഗതി മന്ദിരങ്ങൾക്ക് കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടി വരും. അത് വന്നാൽ, പക്ഷെ എനിക്ക് തോന്നുന്നത് അത്രയും വേണ്ടി വരില്ല. എന്താണെന്നറിയോ? ഇവരൊക്കെ നാട് വിടുകയല്ലേ. അപ്പോൾ ഇതൊക്കെ മറ്റു രാജ്യങ്ങളുടെ ബാധ്യതയായി മാറിക്കൊള്ളും. ചെറുപ്പക്കാരിവിടെ ഉണ്ടെങ്കിലല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് വൃദ്ധസദനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ എൻ്റെ റെസിഡൻഷ്യൽ കോളനി തന്നെ 110ഓളം വീടുകളുള്ളിടത്ത് 2-3 വീട്ടിൽ ചെറുപ്പക്കാർ അവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർ എവിടെ പോയി? അന്യനാടുകളിലാണ്. വയസ്സായ ആളുകളുണ്ട്. അവരെ കൊണ്ട് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവരെ നോക്കാൻ ആരെങ്കിലും വേണമെന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നാട്ടിൻപുറത്ത് അങ്ങനെയല്ല. ഇതൊക്കെ ഒരു നാട്ടിൻപുറത്ത് ഇപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലത് തന്നെ വിചാരിക്കാം. പിന്നെ ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ ജീവിത രീതികൾ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അത് ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും കറണ്ട് ഡേറ്റിനെ കുറിച്ചാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുന്നോ. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 50 കൊല്ലം മുന്നേ ഈ മേൽമുണ്ട് ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഇട്ടിരുന്ന പുരുഷന്മാർ വളരെ കുറവായിരുന്നു. എല്ലാവരും ഒരു തോർത്ത് മുകളിലിട്ട്. ഇപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതൊരു അവഹേളനമായിട്ട് ആളുകൾ എടുക്കും. കൾച്ചറിൽ വരുന്ന ഒരു മാറ്റമാണത്. ഒരു 100 വർഷം മുന്നേ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെ മേൽവസ്ത്രം ധരിക്കുന്ന രീതി കേരളത്തിലുണ്ടായിരുന്നില്ല. അപ്പം മാറ്റങ്ങളിങ്ങനെ അനുസ്യൂതം വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ വൈവാഹിക ബന്ധങ്ങളിലും ഡൈവോഴ്സിലും ഒക്കെ അത് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഡൈവോഴ്സ് നല്ലതിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഡൈവോഴ്സാണ് നല്ലത്. ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വേണം. കാരണം ഈ 2 ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം കഴിക്കുന്നവർ എന്തുകൊണ്ട് ഒത്തുപോകുന്നു? ഒരു ലേണിംഗ് അവരിൽ നടക്കുന്നുണ്ട്. ആ ലേണിംഗ് ആദ്യമേ കിട്ടുകയാണെങ്കിൽ
ഒരുപക്ഷെ അത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഈ ഡൈവോഴ്സ് ഒഴിവാക്കിയിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമായിരിക്കും. ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നേ, അതവർ ചിന്തിക്കുന്നില്ല. ഇതുപോലുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഈ വിവാഹത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത് ചില ഉദാഹരണത്തിന് ക്രിസ്ത്യൻ വിവാഹങ്ങൾ ഈ കൗൺസിലിംഗ് നന്നായി കൊടുത്തിട്ടാണ്, പ്രീ മാരിറ്റൽ കോഴ്സ് അവർ കൊടുക്കും, നല്ല കൗൺസിലിംഗ് കൊടുക്കും. പക്ഷെ അടുത്ത കാലത്ത് ഞാൻ കണ്ട 2 ക്രിസ്ത്യൻ, ഇപ്പം എന്നെ അടുത്ത കാലത്ത് സ്വീഡനിൽ താമസിക്കുന്നവർ എൻ്റെ ഫോർമർ സ്റ്റുഡൻറ്റ് കോൺടാക്ട് ചെയ്തത്, എന്തൊരു ആവശ്യത്തിന് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കുടുംബമൊക്കെ സുഖമല്ലെന്ന് ചോദിച്ചു. ഐ ഹാവ് ഡൈവോഴ്സ് സർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ഡൈവോഴ്സ് ചെയ്തത്? അത് ഈ വാസ് എ ട്രങ്കാർഡ്, ക്രിസ്ത്യനാണ്. അപ്പോൾ ക്രിസ്ത്യൻ കൗൺസിലിങ്ങും ക്രിസ്ത്യൻ പള്ളിയുടെ നിബന്ധനകളൊക്കെ ഉണ്ടായിട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ട്രങ്കാർഡിനെ കൊണ്ടു നടക്കാൻ ആ പെൺകുട്ടി കഴിയാഞ്ഞുകൊണ്ട് ഡൈവോഴ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. സാധാരണത്തിൽ ക്രിസ്ത്യൻ സഭകൾ വളരെ സ്ട്രോങ് ആണ് ഈ ഡൈവോഴ്സിന്റെ കാര്യത്തിൽ. ഡൈവോഴ്സ് ചെയ്യരുതെന്ന് പറയും, പക്ഷെ ആ സഭ കൂടി അനുവദിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അങ്ങനെ വേറെ 2-3 പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ സഭകളിൽപ്പെട്ടവരെ, അവർ ഡൈവോഴ്സ് ചെയ്യേണ്ടി വരുന്നു. അത് ക്രിസ്ത്യൻ സഭകളിൽ അധികവും ഡൈവോഴ്സ് ചെയ്യുന്നത് ഈ ലഹരി, ലിക്കർ, ഇത് രണ്ടും അടിമപ്പെട്ട പുരുഷന്മാരെ സ്ത്രീകളാണ് ഡൈവോഴ്സ് എന്ന് കാണുന്നത് അധികവും. കാരണം ബാക്കി എല്ലാ കാര്യത്തിലും അവർക്കൊരു കോംപ്രമൈസിങ് ക്യാരക്ടറുണ്ട്. ഈ കാര്യത്തിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല, കാരണം ജീവിക്കാൻ വഴിയില്ലാതാവും. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ പണ്ടത്തെ കാലത്തെ പോലെ സഹിച്ചങ്ങോട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസവും സ്വയം തൊഴിലും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും അവനവന്റെ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ഈ ഡിവോഴ്സ് ഒക്കെ വരുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാല്ലേ. ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. നമ്മളിപ്പോ വളരെ കോമൺ സെൻസോട് ആലോചിച്ച വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള ഒരു പെൺകുട്ടിയോട് നീ ഒരു അടിമപ്പണി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കേൾക്കൂ? നിങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ കേൾക്കുമോ പറഞ്ഞാൽ? അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിൽ ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ചെറിയ സൗന്ദര്യപ്പണങ്ങൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കുന്ന അതെ. എനിക്ക് ഷവർമ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വിവാഹമോചനം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുടി ചീകിയിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൂടി കലഹിച്ച് വിവാഹമോചനം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അത് ചെറുപ്പത്തിന്റെ ഒരു തിളപ്പെന്ന് പറയാവുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ മുമ്പ് ഞാൻ പറഞ്ഞല്ലേ വിവാഹേതര ബന്ധങ്ങൾ വെച്ച് ഈ ഡൈവോഴ്സ്, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കാലാകാലങ്ങളായിട്ട് കേരളത്തിലുണ്ടായിരുന്നതാണ്. ഇത് 2 കൂട്ടരും വിട്ടുവീഴ്ച ചെയ്തിരുന്ന ഒരു മേഖലയാണ്. പക്ഷെ ഇന്ന് അതിലും ഡൈവോഴ്സ് കൂടി വരുന്നു എന്നുള്ളതാണ്. അതൊരു പ്യൂരിറ്റൻ മനോഭാവം ചില ഘട്ടത്തിൽ ആളുകൾ കൂടി വരുന്നുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതൊരു എന്താണ് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് കണ്ട് അതിലേക്ക് ഡൈവോഴ്സ് കൂടുന്നതായിട്ട് വരുന്നതായിരിക്കും. അതൊരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമൊന്നും അല്ലാതെ അതെനിക്കൊന്ന് മലയാളി ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രത്യേക ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഡൈവോഴ്സ് ഒരു നല്ല കാര്യമല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ അത് നിവൃത്തിയില്ലാത്ത കണ്ടീഷനിൽ ആളുകൾ ചെയ്യുമ്പോൾ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഭയം ഇപ്പോഴിത്രേ ഉള്ളൂ ഡൈവോഴ്സ്, ഈ ഒരു വർഷത്തെ 60,000-അടുത്തേ ഉള്ളൂ. ഇതൊരു 6 ലക്ഷം ആയിക്കഴിഞ്ഞാൽ എന്താവും ഗതിയെന്ന്. പിന്നെ ഒരു വിവാഹത്തിന് ഒരു ഡൈവോഴ്സിനുള്ള ഇപ്പൊ കേരളത്തിലെ ബർത്ത് ഡെത്ത് റേറ്റ് പോലെ കേരളത്തിൽ ഇപ്പൊ ജനസംഖ്യ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാം, ഈ ജനസംഖ്യ ഒരേപോലെ നിൽക്കണമെങ്കിൽ ബർത്ത് റേറ്റ് 2 വരണം. ഒരു ദമ്പതികൾക്ക് 2 കുട്ടികളുണ്ടായി. നേരത്തെ കേരളത്തിൽ 2.5 ഉണ്ടായിരുന്നു, പിന്നെ 2.1 ആയി. മിനിഞ്ഞാന്ന് ഞാൻ വായിച്ച റിപ്പോർട്ടിൽ 1.9 ആയി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജനസംഖ്യ ഇനി കുറഞ്ഞുകൊണ്ട് പോവാ കേരളത്തിൽ. അപ്പൊ ഈ ഇപ്പോഴുള്ള ജനസംഖ്യ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 10 കുറയും. ഇത് ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഇപ്പൊ 1.9, പിന്നെ 1.7 ആവും. കുറഞ്ഞു വന്ന് ജനസംഖ്യ വല്ലാതെ കുറയും. അതൊരു പുതിയൊരു ടോപ്പിക്കാണ്, നമുക്ക് ഇനി ഇതിനെപ്പറ്റി കുറെ സംസാരിക്കാനുണ്ട്. എന്തായാലും അടുത്തൊരു എപ്പിസോഡിലാവാല്ലേ, ഇന്നിപ്പോ സമയം തീരുകയാണ്. അപ്പൊ നമ്മള് കേരളത്തിലുള്ള എല്ലാവരും കുറച്ച് വർഷങ്ങളായിട്ട് വ്യാകുലപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പറഞ്ഞ പോലെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുക എന്നുള്ളൊരു കാര്യം. അതിനെപ്പറ്റി നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ച് കൂടെ ഉണ്ടായിരുന്ന അഹല്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായ ഡോക്ടർ PR മഹാദേവൻ പിള്ള സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. റേസ് ടു സക്സസിന്റെ അടുത്തൊരു അധ്യായത്തില് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.